വെൽക്കം ടു ദി ചാനൽ മൂവിമാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് തുടരും മൂവിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ കൂടുതൽ പറയുന്നില്ല, നമുക്ക് റിവ്യൂലോട്ട് പോവാം. ബായോ. അപ്പൊ തുടരും കണ്ടാണ്ട് കുറെ കഷ്ടപ്പെട്ടാണ് നമ്മൾ തുടരും കണ്ടത്. കാരണം ടിക്കറ്റും കാര്യങ്ങളും ഒന്നും കിട്ടാനുണ്ടായില്ല. അപ്പോൾ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് നമ്മൾ ടിക്കറ്റൊക്കെ ഒപ്പിച്ച് നമ്മൾ പോയി കണ്ടു. അപ്പം പടം കൊള്ളാം, ഗംഭീര മേക്കിങ്ങും കാര്യങ്ങളും ഫ്രെയിംസ് ഒക്കെ ആണെങ്കിലും ഭയങ്കരമാണ് അതിനകത്ത് ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ പടത്തിന്റെ സ്റ്റോറി എന്നൊക്കെ പറയുമ്പം പക്ക ഒരു നമ്മൾ കറക്റ്റായിട്ട് വരണം. നമ്മൾ അതിൻ്റെ ഇവര് പോസ്റ്റർ റിലീസ് ചെയ്യുന്നത് ഇവരുടെ ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ പോസ്റ്റർ റിലീസ് ചെയ്തത് ഫാമിലി എന്റർടൈനർ എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മൾ ഈ പോസ്റ്റർ കണ്ട് ട്രെയിലറും കണ്ട് നമ്മളൊരു സാധനം പ്രതീക്ഷിച്ചു. പക്ഷെ നമുക്ക് കിട്ടുന്നതും നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്നതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ മോഹൻലാലിന്റെ ഫാമിലിയെ കുറിച്ച് പറയാനാണെങ്കിൽ വൈഫായിട്ട് വരുന്ന ശോഭനയാണ്. പിന്നെ മകളായിട്ട് വരുന്ന ഒരു പുതിയ ആളാണ്, ഒരു പുതിയ ആളാണ്. പിന്നെ ഉള്ളത് മകനായിട്ട് വരുന്നത് നമ്മുടെ ആനന്ദം മൂവിയൊക്കെ ചെയ്ത പഴയ ആനന്ദം മൂവിയൊക്കെ ചെയ്ത അതിൻ്റെ അകത്ത് അക്ഷയ് എന്ന് പറഞ്ഞ റോളൊക്കെ ചെയ്തൊരു ക്യാരക്ടർ ചെയ്ത ഒരുത്തനാണ്. അതിനൊക്കെ നൈസാണ് പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെയെന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഒരു പക്ക ഫാമിലി മാനായിട്ടാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഒരു കാർ ഡ്രൈവറായിട്ടാണ് വരുന്നത്, ടാക്സി ഡ്രൈവറായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ മൂവി കാണുന്നതിന് മുമ്പായിട്ട് പറഞ്ഞത്, ഞാൻ അറിഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞാൽ മൊബൈലിൽ പറഞ്ഞത് ഒരു മോഹൻലാലിന്റെ വൺ മാൻ ഷോ എന്നാണ് ഞാൻ കേട്ടിട്ടാണ് പോയത്. അതിനോട് പക്കാ നീതി പുലർത്തിക്കൊണ്ട് അതിൻ്റെ അത് വെച്ചിട്ടുണ്ട്. കാരണം മോഹൻലാലിന്റെ കറക്റ്റ് പറയാണ് വൺ മാൻ ഷോ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അമ്മൊരു രീതിക്കാണ് മോഹൻലാലിന്റെ ആക്ടിങ്. അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന മോഹൻലാലിന്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവലാണ് അതിൻ്റെ അകത്ത് ആക്ടിങ് വന്നിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അകത്ത് വില്ലനീസം എന്നൊക്കെ പറഞ്ഞാൽ പക്ക പീക്ക് ലെവലിൽ വില്ലനീസമാണ് അതിൻ്റെ വരുന്നത്. അമ്മൊരു രീതിക്കാണ് വരുന്നത്. കണ്ട പരസ്യങ്ങൾ ചെയ്ത് നടന്ന ഒരു പരസ്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്ത് നടന്ന ഒരു മച്ചാനായിരുന്നു അതിനകത്ത് വില്ലൻ. അപ്പോ നമ്മുടെ തന്മൂർത്തി എന്ന് ചോദിക്കുകയാണ് ഇന്നൊരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാവോന്ന്. പുള്ളി എസ് എന്ന് പറയാണ്. അതിന്നിട്ടാണ് ഈ സാധനം ചെയ്തു വെച്ചേക്കുന്നത്. അമ്മാതിരി സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത് പുള്ളി, അമ്മാതിരി പീക്ക് സാധനം. അപ്പം വില്ലൻസ് എന്ന് പറഞ്ഞാൽ വില്ലന്റെ ആ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. പിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ മോഹൻലാല് മഴയത്ത് നിൽക്കുന്ന ഒരു സീനുണ്ട്. കറുത്ത മുണ്ടും കറുത്ത ഷർട്ടൊക്കെ ഇട്ട് കറുപ്പ് ബ്ലാക്കില് മൊത്തം മഴ ഇരുട്ട്, അതിൻ്റെ ഇടയിൽ ഒരു പക്കൊരു ഫ്രെയിം ഒക്കെ ഉണ്ട് ഫ്രണ്ടില്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. OTT കണ്ടിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭയങ്കര വേസ്റ്റ് ആയിരിക്കും. അത് പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. പോസ്റ്ററൊക്കെ കണ്ടിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയി കഴിയുമ്പോൾ കിട്ടുന്നതും നമ്മൾ വിചാരിച്ചു പോകുന്നതും നമ്മളൊരു വ്യത്യാസമില്ല. ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ട് പോയതാണ്. പക്ഷേ അതിനകത്ത് ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ക അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഫൈറ്റും കാര്യങ്ങളൊക്കെ. അതിനകത്ത് ഫൈറ്റിംഗ് കണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അടി ഉണ്ടാക്കിയിട്ട് മോഹൻലാല് ഒരു ചില്ലുമുടി ജനലിന്റെ അവിടെ ചാടി വരുന്നൊരു സീക്വൻസ്, ചാടി വന്നിട്ട് നിൽക്കുന്ന ഒരു സീക്വൻസ്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പക്ക വരണ രോമാഞ്ചം വരുന്ന സെറ്റപ്പാണ്, പക്ക ഗൂസ് ബൂം അടിക്കുന്ന സെറ്റപ്പാണ് അത് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാല് എല്ലാവരും ചോദിക്കുന്നുണ്ട് മോഹൻലാലിന്റെ കംബാക്ക് മൂവിയാണോ തുടരും. അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു കംബാക്ക് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ ബാറോസ്, അതിനോട് തന്നെ ഇതായിട്ടുള്ള നമ്മുടെ എമ്പുരാൻ, ഇതൊക്കെ എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത മൂവിയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് ബേസ്ഡ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മോഹൻലാലിന് അങ്ങനെ അല്ല ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിനകത്ത് നെഗറ്റീവായിട്ട് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊന്നും നെഗറ്റീവായിട്ട് എനിക്ക് പറയാനില്ല. കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. നെഗറ്റീവായിട്ട് പറയാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓക്കെ, പേഴ്സണൽ ഒപ്പീനിയൻ ഓരോരുത്തർക്കും ഓരോ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ ഉണ്ടാവും. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചില സീക്വൻസ്, അതായത് ചില ഇമോഷൻസ് അതിനകത്ത് മോഹൻലാലിന് ഫേസിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയില്ലേ, ഫേസിൽ നമുക്ക് കാണാൻ പറ്റില്ല. പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് പുള്ളിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഒരു നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ എമ്പുരാൻ്റെ തന്നെ കുറെ കോട്ട് കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പ്രേതകൾ നടക്കുക, ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. പുള്ളി ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. അപ്പൊ അതുപോലെയല്ലെന്നല്ല പറഞ്ഞേ. അപ്പൊ അതിൻ്റെ അകത്ത് മോഹൻലാൽ ചില സീക്വൻസുകൾ, കുറച്ച് ഇമോഷണൽ സീക്വൻസുകൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു.
എനിക്ക് ഫീൽ ചെയ്തു. അതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ അതിന്റെ പേഴ്സണൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ, പടത്തിന്റെ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ പറയണം. അപ്പോൾ അത്രയും നമുക്ക് പടം എന്നൊക്കെയാണ് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 3 ദിവസം കൊണ്ട് തന്നെ 70 കോടിയോളം അടിച്ചു ഈ സിനിമ. ഇനി ഓടും, നമുക്ക് ഇനി മുന്നോട്ട് പോകും പ്രതീക്ഷിക്കാം ഈ സിനിമ. നമുക്ക് മോഹൻലാലിന്റെ അടുത്ത ഇതുപോലെ തന്നെ നമുക്കൊരു മൂവി അല്ലെങ്കിൽ ഇതേ എഫക്റ്റ് തരുന്ന ഒരു മൂവി നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. നമ്മുടെ തുടർ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പം നമ്മുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ പറയുക. അപ്പം നമ്മൾ അടുത്തൊരു മൂവി റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.